ഹരി ഓം. ഹരി ഓം സ്വാമി. അപ്പൊ നമുക്ക് ചെയ്യാം. മൊത്തം വായിച്ചോ? ഇങ്ങനെ ഗോസിയൻ കർവും എത്രത്തോളം പറ്റുമോ നോക്കാം. as much as we can will try to. അപ്പോ നമ്മൾ ആ ഗോസിയൻ കർവിൽ വന്ന് എത്തിയായിരുന്നു. അപ്പൊ ആ ഗോസിയൻ കർവിന്റെ അതിന്റെ ആ റെപ്രസെന്റേഷൻ ആസ് എൻ ഇലോങ്കേറ്റഡ് എസ്, അത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു സിംബലൈസ് probability of any variables or any parameters. സയന്റിഫിക് ഫീൽഡിൽ നമുക്ക് അതിന്റെ പ്രോബബിലിറ്റി അളക്കാനുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിലോട്ട് പിന്നെ അങ്ങോട്ട് താഴോട്ട് വരുമ്പോൾ അവർ പറയുന്നത് ഈ പ്രോബബിലിറ്റി ഇറ്റ് ഷുഡ് ബി ബെൽ ഷേപ്ഡ്. അതാണ് ഇവിടെ ഒരു ഇൻകൺസിസ്റ്റൻസി എനിക്കത് തോന്നുന്നു. ഗോസിയൻ ഇസ് ബെൽ ഷേപ്ഡ്. അത് ശരിക്കും ആ ഒരു റാൻഡം ആയിട്ട് പോകുന്നതിന്റെ ഒരു ഡെപിക്ഷൻ ആയിട്ടാണ് വരുന്നത് അല്ലേ? അത് ഇനിഷ്യലി സംതിങ് മിനിമൽ, then the probability of many of those whatever entities are there having a particular level. അതായത് നമ്മുടെ എക്സ് ആക്സിസ് താഴെയാണ്, നമ്പർ ആണെന്ന് വിചാരിച്ചു, പോസിബിലിറ്റീസ് അല്ലെങ്കിൽ പ്രോബബിലിറ്റീസ്. പിന്നെ ഇടത് വശത്ത് ഉള്ളത് വൈ ആക്സിസ് ആണ്. അത് ആ പ്രോബബിലിറ്റി എത്ര ഉള്ളതാണെന്ന് കാണിക്കുന്നത്. അപ്പൊ ആ that profile shows you the probability, the maximum probability of that particular event. ആ ഹയസ്റ്റ് പോയിന്റ് പിന്നെ എവിടാണെന്ന് നോക്കിയിട്ട് അത് ഡ്രോപ്പ് ഓഫ് പെർപെൻഡിക്കുലർ താഴെ വന്ന എക്സ് ആക്സിസിൽ എവിടെ വന്ന് മുട്ടുന്നോ അതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ആ പ്രോബബിലിറ്റി കാണിക്കുന്നത്. പക്ഷെ ഇതൊരു എസ് ആയിട്ട് എങ്ങനെ എടുക്കുമെന്ന് എനിക്ക് അത് പിടികിട്ടുന്നില്ല. പ്രോബബിലിറ്റി തന്നെയാണ്, അതും പ്രോബബിലിറ്റി ആണ് കാണിക്കുന്നത്. പക്ഷെ ലെറ്റർ എസ് വിത്ത് എ ലോങ് സ്ലോപ്പിംഗ് കർവ്, like a letter S with a long sloping line curving at its top towards the right and at its bottom towards the left. അപ്പൊ എസ് നമ്മൾ ചരിച്ച് അങ്ങോട്ട് എഴുതിയിട്ട് ഇടത്തോട്ട് തിരിച്ചാൽ അതാണ് അതിന്റെ ഈ ഇന്റഗ്രേഷൻ പോലെയൊക്കെ നമ്മൾ ഇങ്ങനെ കാണിക്കും, അങ്ങനെ കാണിക്കുന്നതാണ്. അപ്പൊ അവിടുത്തെ ഒരു അതാ എനിക്കൊരു മനസ്സിലാവാത്തത്. സോ എന്തെങ്കിലും അത് പ്രോബബിലിറ്റി റിപ്രസെന്റ് ചെയ്യുന്നെന്ന് പറയുന്നു. ഓക്കെ, നൗ ലെറ്റ് us leave that. We will go to find out. അപ്പൊ എന്തെങ്കിലും it is that sign is something which foretells the statistical probabilities of any. He is more focusing on structure of 8 അല്ലേ? Structure of 8. താഴോട്ട് പോകുമ്പോൾ അതാണ് പറയുന്നത്. ഇത് രണ്ടെണ്ണം ഉണ്ടെങ്കിൽ, അതായത് പോസിബിലിറ്റി ഉള്ളത്, പ്രോബബിലിറ്റി ഉള്ളതും പ്രോബബിലിറ്റി ഇല്ലാത്തതും രണ്ടും എടുക്കുവാണെങ്കിൽ to treat the same curves together with its natural counterpart. അപ്പൊ നമ്മൾ ഈ എസ് പോലെ ഇങ്ങനെ എഴുതുവാണെങ്കിൽ അതിന്റെ നാച്ചുറൽ കൗണ്ടർ പാർട്ട് എങ്ങനെ എഴുതും ഒന്ന് ഓർത്ത് നോക്കിക്കേ. അതും അങ്ങനെ എഴുതണമെങ്കിൽ അപ്പൊ ഇത് രണ്ട് ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് വരും. അന്നേരം അപ്പൊ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ നമുക്ക് 4 ക്വാർട്ടേഴ്സ് കാണും, 4 4 ഫോൾഡ്, മനസ്സിലായോ? 4 ക്വാർട്ടേഴ്സ് കാണും. അപ്പോ ആ പാറ്റേൺ ഉണ്ടാവും. അപ്പോ സോ ദിസ് ഇസ് ഇൻഡിക്കേറ്റീവ് ഓഫ് നമ്മൾ പറയുന്നത് പിന്നെ ഈ ഫീൽഡില്, ഈ മാട്രിക്സിൽ, അല്ലെങ്കിൽ ഈ ഒരു ദിസ് ഇസ് ബിക്കമിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഫിസിക്കൽ പ്ലെയിനിൽ നിന്ന് മെറ്റാഫിസിക്കലിലോട്ട് പോകാനുള്ള ആ ഒരു, അതായത് പ്രോബബിളിൽ നിന്ന് എന്തിലോട്ട് പോകുന്നു, പോസിബിലിറ്റിയിലോട്ട് പോകുന്നത്. ആ ഒരു ആ ക്വാർട്ടറിൽ അത് നടക്കും. So this represents a change from the physical to metaphysical or metaphysical to depending. അതായത് വെർട്ടിക്കൽ ആണെങ്കിൽ മെറ്റാഫിസിക്കൽ ആയിരിക്കും, ഹോറിസോണ്ടൽ ആണെങ്കിൽ ഫിസിക്കൽ ആണ്. അങ്ങനെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിസിക്കൽ ലെവലിൽ നിന്ന് നമ്മൾ പിന്നെ സ്പെക്കുലേറ്റ് ചെയ്ത് പോയാൽ ഫോർവേഡിൽ പോകുവാണെന്ന് വിചാരിച്ചു. പക്ഷെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു പോയിന്റിൽ, ഇന്റർസെക്ഷൻ പോയിന്റിൽ നമ്മൾ അവിടെ വരുമ്പം പിന്നെ
അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പിന്നെയും എങ്ങോട്ട് സ്പെക്കുലേറ്റ് തന്നെ ചെയ്യണം. പക്ഷെ ഇവിടെ ആ കോൺഷ്യസ്നെസ് ലെവലിൽ ചെന്ന് നമ്മൾ സ്പെക്കുലേറ്റ് ചെയ്ത് പോകണം. നോട്ട് യു സി ദാറ്റ് ഈസ് പെർസെപ്ഷൻ നോട്ട് അറ്റ് ദ വാട്ട് യു കോൾ ദാറ്റ് സെൻസ് ലെവൽ. എന്തോ കാണുന്നു, യു ഡൂയിങ് ദ ഫിസിക്കൽ എക്സ്പെരിമെന്റ്, സെൻസസും കൊണ്ട് പെർസീവ് ചെയ്യുന്നു. പക്ഷെ പിന്നെ നമ്മൾ ആ ഇന്റർസെക്ഷൻ പോയിന്റിൽ പോയിട്ട് ഓപ്പോസിറ്റ് ഡയലക്റ്റിക് ആയിട്ട് നമ്മൾ പിന്നെ പോകുന്നത് മുന്നോട്ട് എങ്ങോട്ടാണ് പോകുന്നത്? സ്പെക്കുലേഷൻ ഇൻ ദാറ്റ് കോൺഷ്യസ്നെസ് ഫീൽഡ്, ആ തരത്തിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒപ്പോസ് ചെയ്യുന്നതാണ്. പക്ഷെ ഇത് എങ്ങനെ നമ്മൾ വി ആർ നോട്ട് ഗോയിങ് പിന്നെ ഫോർവേഡ് എന്ന് പറയാൻ പറ്റത്തുമില്ല. കാരണം ഇറ്റ്സ് ബാക്ക്വേർഡ് ഇൻ വൺ സെൻസ്. കാരണം ആ ലെവലിൽ നിന്നുകൊണ്ട് ഈ കാണുന്ന സാധനത്തിനെ നമ്മൾ മനസ്സിലാക്കാൻ ബാക്ക്വേർഡ് വരുന്നത്. അതായത് ഇവർ ചിലപ്പോൾ ഒരു ബാക്ക്വേർഡ് വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോഴാണ് നമുക്കൊരു കൺഫ്യൂഷനും വരുന്നത്. ബാക്ക്വേർഡ് ദ മീൻ ടു സേ ദിസ് ഓൺലി. ആ ബാക്ക്വേർഡ് എന്നുള്ളൊരു വാക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇഫ് യു ടേക്ക് ഊഹ, ഊഹ പോഹ, ആ പാട്ടിലെടുത്ത് നോക്കിയാൽ ആ സെന്റൻസ് അവിടെ എഴുതിയിരിക്കുന്നത് അതിന്റെ ബിഫോർ ദ ഫസ്റ്റ് പാർട്ടിൽ എഴുതിയിരിക്കുന്നത് those persons endowed with the quality of uha apoha or the special type of intuitive or imaginative mind capable of going backward and forward in a double process of dialectic thinking will cause these two types of perceptions at the sensory level and at the intellectual level to sort of, though they are opposing, but they come and lie side by side at the intersection of that absolute. അതാണ് കണക്ട് ചെയ്യിപ്പിക്കുന്നത്. അതാണ് ഇതിനെ കണക്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു അങ്ങനെയാണ് ഈ പോസിബിലിറ്റീസും പ്രോബബിലിറ്റീസും ഒക്കെ വന്ന് ആ ഒരു പോയിന്റിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം ഇങ്ങനെ ഈ ഇന്റർസെക്ഷനും ഒക്കെ വരുമ്പം ഒരു 8ന്റെ ഫോം ഏതാണ്ടോ വരുന്നുണ്ടെന്ന് പറയുന്നു. ഹോറിസോണ്ടലും 8 വരുന്നുണ്ടോ, വെർട്ടിക്കലും 8 വരുന്നുണ്ടോ എന്നാണ് ഇപ്പൊ എനിക്കൊരു ഡൗട്ട് വരുന്നത് ഇപ്പം. പക്ഷെ അത് അങ്ങനെ വേണം. അങ്ങനെ ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് ഇൻറ്റ്യൂട്ടീവ് ഇൻസൈറ്റ്, ദാറ്റ് ഈസ് ദ ക്വിക്ക് ആൻഡ് സട്ടിൽ വേ ഓഫ് തിങ്കിങ്, ഓഫ് റീസൺ മൂവിങ് ഫ്രം ദ പോസിബിലിറ്റീസ് ടു പ്രോബബിലിറ്റീസ്. അങ്ങനെ നടന്നാലേ ഉള്ളൂ പിന്നെ നമുക്ക് ആ സ്റ്റഡി ഓഫ് ദ ആത്മവിദ്യ ഓർ ദ സയൻസ് ഓഫ് ദ സെൽഫ് ശരിയാവുള്ളൂ. കാരണം അതെങ്ങനെയാണ് നടക്കുന്നത്? അത് ആ ഫീൽഡിലാണ് നടക്കുന്നത്. ദ ആബ്സല്യൂട്ടിന്റെ ഫീൽഡിലാണ്, കോൺഷ്യസ്നെസിന്റെ ഫീൽഡിലാണ് അത് നടക്കുന്നത്. അതില്ലായിരുന്നെങ്കിൽ പിന്നെ ആ എക്സ്റ്റേണൽ ആയിട്ടുള്ള സെൻസറി പെർസെപ്ഷനിൽ മാത്രം നിന്നേനും. ഇത് ഉള്ളതും കൊണ്ടാണ് നമുക്ക് ഒരു ഹയർ ലെവലിലോട്ട് പോയിട്ട് ആ ലെവലിൽ ഒരു പെർസെപ്ഷൻ, ഇൻറ്റ്യൂട്ടീവ് പെർസെപ്ഷൻ നടക്കും. സെൻസറി പെർസെപ്ഷൻ മാത്രമല്ല എക്സ്പെരിമെന്റൽ ആയിട്ടുള്ളത്, പക്ഷെ ഇൻറ്റ്യൂട്ടീവ് പെർസെപ്ഷനും നടക്കും. അപ്പോൾ അത് നടക്കുന്ന ആ കോമൺ ഫീൽഡ് ഇസ് ദാറ്റ് ദ ആബ്സല്യൂട്ടിന്റെ, അതായത് കോൺഷ്യസ്നെസിന്റെ ഫീൽഡ്, ദ സെർട്ടിറ്റ്യൂഡ് ഇസ് ഗ്രേറ്റ്. അതുവരെ നമുക്ക് പറയാം. അങ്ങനെ ആത്മവിദ്യയും നമ്മൾ ആ തലത്തിൽ നമ്മൾ അങ്ങനെ വെൻ യു ചേഞ്ച് ലൈക്ക് ദാറ്റ്, വെൻ യു ക്യാൻ തിങ്ക്, യു ക്യാൻ സ്വിച്ച് ഓവർ യുവർ തിങ്കിങ്, സ്പെക്കുലേറ്റ് ഇൻ ദീസ് ടു മോഡ്സ്, സെൻസറി and the other one, that intuitive. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് you will be staying in that what is that unifying field of, or the central neutral field of the absolute or that consciousness, and that's how you will be aware of your the consciousness in you, or the self, the true self, the reality in you, the capital S, അതായത് ആത്മ, not the ജീവാത്മ but the ആത്മ in you. അതിൽ അവിടെ നമുക്ക് അപ്പോഴേ ആ ആത്മവിദ്യ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത് കിട്ടുകയുള്ളൂ, പോസിബിളും ആവുകയുള്ളൂ എന്നുള്ളത്. സോ ഇഫ് വി ഷുഡ്, അത് കഴിഞ്ഞിട്ട് പിന്നെ പോകുന്നത് ഇസ് ഐൻസ്റ്റൈനിന്റെ കാര്യത്തിൽ. ഐൻസ്റ്റൈനും ആ ഒരു ഫീൽഡ് കിട്ടണമെങ്കിൽ പിന്നെ സ്പെക്കുലേഷനില് അവർ സ്പെക്കുലേറ്റ് ചെയ്യുന്ന അവരുടെ ആ എക്സ്പെരിമെന്റൽ ഫീൽഡിൽ നിന്നും മറ്റേ എക്സ്പീരിയൻഷ്യൽ ഫീൽഡിലോട്ട് വരണമെങ്കിൽ ആ സ്പെക്കുലേഷൻ, സെർട്ടിറ്റ്യൂഡ് വേണമെങ്കിൽ അത് രണ്ടും വേണം. പോസിബിലിറ്റീസും പ്രോബബിലിറ്റീസും രണ്ടും കൈകാര്യം ചെയ്യണം. അതായത് വെർട്ടിക്കാലിറ്റീസും ഹൊറിസോണ്ടൽ ലെവലിലും ഉള്ള ആ റീസണിങ് രണ്ടും
നടന്നാലേ ഉള്ളൂ അവിടെ സർട്ടിറ്റ്യൂഡ് ഉണ്ടായിട്ട് ആ യൂണിഫൈഡ് ഫീൽഡും റീസ്ട്രക്ചർ ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ അതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ എന്തിനാ ആബ്സല്യൂട്ടിന്റെ ലെവലിൽ വന്നാലേ ഉള്ളൂ എന്തോ നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞത്, സർട്ടിറ്റ്യൂഡ് കിട്ടുകയുള്ളൂ എന്ന്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഇങ്ങനെ ചെയ്യുമ്പം പോസിബിലിറ്റീസ് ഇങ്ങനെ വരുമ്പം എന്താണ് മനുഷ്യന് നേടുന്ന അതിൽ നിന്നും, അതാണ് അടുത്ത പാട്ടിലോട്ട് അദ്ദേഹം പോകുന്നത്. ഓത്തർ ഗോസ് ടു ദാറ്റ് പോയിന്റ്, ദാറ്റ് ഈസ് the possibilities and probabilities, these two meet in the matrix of relation related ആണ്. അപ്പോ പരസ്പര പിന്നെ കണക്ട് ചെയ്ത് കിടക്കുന്നത്, what in nature whatever is there, the way they are related to one another, ആ ഒരു മേഖലയില് what are the possibilities and probabilities that meet. അപ്പൊ അതിലൊരു അടുത്ത പോയിന്റ് അതാണ്, വാട്ട് ക്യാൻ ഹാപ്പൻ, ദ പോസിബിലിറ്റി ദാറ്റ് ഈസ് ഹാപ്പനിങ് ഓവർ ദർ എന്തായിരിക്കും. ഓൾ മെൻ ഇൻഹെറിറ്റ് കോൺഷ്യസ്ലി ഓർ അൺകോൺഷ്യസ്ലി എ ഗ്രേറ്റ് ഡീൽ ഓഫ് ജനറൽ ഐഡിയാസ്. അത് കിട്ടും. ആ ജനറൽ ഐഡിയാസ് എങ്ങനത്തെ ആയിരിക്കും, 2 തരം ഉണ്ടെന്ന് പിന്നീട് പറയുന്നുണ്ട്. പക്ഷെ ഈ ജനറൽ ഐഡിയാസ് have their source. ഈ ജനറൽ ഐഡിയാസ് അതും ഇത് തന്നെയാ പറയുന്നത്. ആബ്സല്യൂട്ടിന്റെ കാര്യം പറയുന്നുണ്ട് ഇവിടെ ഇൻഡയറക്ട്ലി. ഈ ജനറൽ ഐഡിയാസ് മനുഷ്യന് കിട്ടുന്നത് ഈ കോൺഷ്യസ്നെസ് ലെവൽ നിൽക്കുമ്പം, ആബ്സല്യൂട്ടില് നിൽക്കുമ്പം ഒരു സോഴ്സ് ഉണ്ട്, അതിന് ഒമേഗ എന്ന് പറയുന്നു. ഡെസ്കാർട്ടസ് പറയുന്ന അത് ഒമേഗ പോയിന്റ്. എനിക്ക് തോന്നുന്നു, റിമെമ്പർ നമ്മുടെ ഗുരുജി പണ്ട് പറയായിരുന്നല്ലോ, മൈൻഡിനെ സൈലന്റ് ആക്കുമ്പം ആ മൈൻഡിനകത്തെ വേവ്സ് ചിന്താധാര ഉണ്ടാവും, ഉണ്ടാവത്തില്ലേ. അപ്പൊ ഒമേഗ പോയിന്റ് എന്ന് പറയുന്നത് ഇസ് എ പോയിന്റ് ഓഫ് ഗ്രേറ്റ് സൈലൻസ്. ഭയങ്കര ഡിസ്റ്റർബൻസ് ഉള്ളത് ആൽഫ ആണെങ്കിൽ, കുറച്ചുകൂടി കുറവാണെങ്കിൽ, കുറച്ചുകൂടി ശാന്തമായിട്ട് വരുവാണെങ്കിൽ ബീറ്റായും ഗാമായും ഒക്കെ അങ്ങനെ വന്നിട്ട് ലാസ്റ്റില് ഒരു ഡിസ്റ്റർബൻസും ഇല്ലാത്ത സൈലൻസിന്റെ ഫീൽ പോകുമ്പം ആ ഒമേഗ പോയിന്റ് എന്ന്, അതുകൊണ്ടായിരിക്കും ഡിസ്കാർട്ടസ് പറഞ്ഞത്. ആ സയന്റിഫിക് മേഖലയിൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും അവർ ചിന്തിക്കും. ഇപ്പൊ വേവ്സ് എന്ന് പറയുമ്പം ഈ വേവ്സിന്റെ ഈ പൊക്കം ഉണ്ടല്ലോ, വേവ്സിന്റെ ഈ ഉയരവും താഴ്ചയും അങ്ങനെ പോകുന്ന, അതിന്റെ ആംപ്ലിറ്റ്യൂഡ് കൂടുതലാണെങ്കിൽ അത് ഭയങ്കര ഡിസ്റ്റർബിങ് ആയിരിക്കും. പക്ഷെ ആ ഹൈറ്റ് കുറഞ്ഞാൽ, ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞാൽ കുറഞ്ഞ് വന്നിട്ട് ഏകദേശം ആ സ്ട്രേറ്റ് ലൈനിൽ വരാം. അപ്പോഴവിടെ ഡിസ്റ്റർബൻസ് കൂടുതലില്ല. അപ്പൊ അതായിരിക്കും ആ ഒമേഗ പോയിന്റ്, ഇക്വാനിമിറ്റിയിൽ എത്തുന്ന ഒരു പോയിന്റ്. അതായിരിക്കും ഗോഡ് എന്ന് അവർ പറയുന്നത്. അതായിരിക്കും. അപ്പൊ ആ ഒമേഗ പോയിന്റ് ദാറ്റ് ഇസ് ഗോഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിങ്ങനെ ഈ പിന്നെ നമ്മുടെ ഈ ഐഡിയാസ് ഒക്കെ ഇങ്ങനെ നമ്മള് ഈ പിന്നെ പ്രോബബിലിറ്റീസിൽ നിന്നും നമ്മൾ പിന്നെ വെർട്ടിക്കൽ ആയിട്ടുള്ള ആ റീസണിങ് ചെയ്യുമ്പം, ഉയർന്നു വരുമ്പം, ആ തലത്തിൽ പോകുമ്പം, ജനറൽ ഐഡിയാസ് ആ തലത്തിൽ ഉണ്ടാവുമ്പം നമ്മൾ അൾട്ടിമേറ്റ്ലി ടേക്കൺ ടു ദാറ്റ് പോയിന്റ്. ആൻഡ് ചാന്തോക്യ ഉപനിഷത്ത് ഇറ്റ് ഇസ് സ്റ്റേറ്റഡ് ദാറ്റ്. അപ്പൊ ഇങ്ങനത്തെ ഈ സോഴ്സ് ചെന്നെത്തുമ്പം, എക്സിസ്റ്റൻസിന്റെ ആ സോഴ്സിൽ ചെന്നെത്തുമ്പം അതിനെക്കുറിച്ചും ഈ ചാന്തോക്യ ഉപനിഷത്തിൽ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെയാണ് ഈ നിയോ പ്ലാറ്റോണിക് തലത്തില് ആ തിയോളജിയൻസ്, ക്രിസ്ത്യൻ തിയോളജിയൻസ്, 2 അവരുടെ പേര് പറയുന്നുണ്ടല്ലോ, ഡയോനിസിയസ്, ദ ഏരിയോപഗൈറ്റ്, അവരും അത് പറയുന്നത് ആ ഒരു സോഴ്സിൽ നിന്നാണ് ഈവൻ ദ ഡിവൈൻ നെയിംസ് ഉണ്ടാകുന്നതെന്ന്. അതായത് ട്രാൻസെൻഡന്റൽ, അതായത് നമ്മുടെ സെൻസസിനെ ഒക്കെ ട്രാൻസെൻഡ് ചെയ്ത്, മൈൻഡിനെയും ട്രാൻസെൻഡ് ചെയ്ത് ആ ഒരു കോൺഷ്യസ്നെസ് ലെവലിൽ എത്തുമ്പം ആ ട്രാൻസെൻഡന്റ് കോസ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ കോസ് എന്ന് പറയുന്നത്, അതിനെ നമുക്ക് എന്തെങ്കിലും ആട്രിബ്യൂട്ട്സ് കൊടുക്കാൻ പറ്റുമോ? പേരൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ.
It is അതിന് attributes ഇല്ല. Though it is nameless, doesn't an attribute-less. But its various manifestation also will possess the അതിന്റെ names possess ചെയ്യും അങ്ങനെ നോക്കുമ്പോൾ. So and also possess the names of all the things in order that it may be truly universal. Be a universal domain ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഇത് റൂൾ ചെയ്യുന്ന യൂണിവേഴ്സൽ അല്ലെങ്കിൽ ട്രാൻസെൻഡന്റ് ഫോഴ്സ്, അതായത് ആ പറയുന്ന ഗോഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഡിവൈൻ സോഴ്സ് എന്ന് പറയുന്നത് അതിന്റെ ആ ഡൊമിനിയൻ, അതായത് സാമ്രാജ്യം അത് യൂണിവേഴ്സൽ ആയിട്ട് ഇരിക്കണമെങ്കിൽ എല്ലാ പേരുകളും ഉൾക്കൊള്ളുന്ന ഒരു ഡൊമിനിയൻ ആയിരിക്കണം, ദ സെന്റർ ഓഫ് ക്രിയേഷൻ, ഓൺ വിച്ച് ഓൾ തിങ്സ് മാത്രമല്ല, the cause for all their, their what you call that, അവരുടെ വ്യവഹാരത്തിനും അവരുടെ ഒറിജിനും അവരുടെ ആക്ഷൻസിനും എല്ലാം അതിന്റെ ക്രിയേറ്റർ അതാണ്. ആ ഒരു കാര്യം അത് ഈ പറഞ്ഞ പോലെ പോസിബിലിറ്റിയിൽ നിന്നും നമ്മൾ ഈ തലത്തിൽ പോസിബിലിറ്റിയിലോട്ട് പോകുമ്പോൾ, വെർട്ടിക്കൽ തിങ്കിങ് പോകുമ്പം ഉണ്ടാവുന്ന ഒരു പോസിബിലിറ്റിയാണ് ദാറ്റ് വി ക്യാൻ റൈസ് ടു ദാറ്റ് ലെവൽ. ആൻഡ് അതാണ് ഈ ബർഗ്സൺ പിന്നെ അതിനെക്കുറിച്ച് പറയുന്നത്. ഇൻ എ വെരി അഡ്മയറബിൾ അനാലിസിസ് ഓഫ് ദ ഒറിജിൻ ഓഫ് സച്ച് ഐഡിയാസ് ഫ്രോം ഡീപ് സീറ്റഡ് ഇൻസ്റ്റിങ്ക്റ്റീവ് ലെവൽസ് ഓഫ് ലൈഫ്. ഇൻസ്റ്റിങ്ക്റ്റീവ് എന്തായിരിക്കും? ഇൻസ്റ്റിങ്ക്റ്റീവിന് റീസൺ ഇല്ല, ഉണ്ടോ? ഉള്ളിൽ നിന്നും എന്തോ അതീന്ദ്രിയമായ ഒരു തലത്തിൽ നിന്ന് ഇല്ലേ നമുക്കൊന്ന് കിട്ടുന്നതാണ്. അപ്പൊ അതൊരു എക്സ്പെരിമെന്റൽ ലെവൽ പോലെ ആയിരിക്കും. അപ്പോ അത് ഹോറിസോണ്ടൽ ലെവലിലുള്ളതാണ്. സോ ബർഗ്സൺ സേസ് the origin of the general ideas from deep-seated intuitive അല്ല instinctive levels of life in general, from that Bergson builds up an interesting hypothesis reaching up to the whole higher level of the vertical line of thinking, which leads to the most abstract of general ideas. നമ്മുടെ മോസ്റ്റ് അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ജനറൽ ഐഡിയാസിൽ ഒന്നല്ലേ ദാറ്റ് ഐഡിയ ഓഫ് ദാറ്റ് ഗോഡ്ലിനെസ്. അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല, ആബ്സ്ട്രാക്റ്റ് ആയിട്ടല്ലേ നമുക്ക് ചിലർക്ക് തോന്നുന്നത്, അവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇറ്റ് ഈസ് വെരി 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 എന്താണ് ശ്രേഷ്ഠമായതുമാണ്. ദോസ് ഹു ഹാവ് എക്സ്പീരിയൻസ്ഡ് ഇറ്റ് ആൻഡ് ദേ നോ ഇറ്റ് ഈസ് ദ യൂണിവേഴ്സൽ ആൻഡ് ഓൾ ദാറ്റ്. അപ്പോ ഇൻസ്റ്റിങ്ക്റ്റീവ് ആയിട്ടുള്ള ജനറൽ ഐഡിയാസ് ലോവർ ലെവലിൽ മെറ്റീരിയലിനെ കുറിച്ചുള്ളത് കിട്ടിക്കഴിഞ്ഞിട്ട് അതിൽ നിന്ന് നമ്മൾ എന്താണ് പിന്നെ ആബ്സല്യൂട്ട് ലെവൽ കോൺഷ്യസ്നെസ് ലെവലിൽ അങ്ങനെ പോയി വെർട്ടിക്കൽ തിങ്കിങ്, വെർട്ടിക്കൽ സോർട്ട് ഓഫ് റീസണിങ് ചെയ്താൽ, തിങ്കിങ് അല്ല വെർട്ടിക്കൽ റീസണിങ് ചെയ്താൽ we will go to the most abstract of general ideas that are used in significant discourse in human life. അത് വളരെ ശ്രേഷ്ഠമായിരിക്കും. The instinctive and the intelligent levels conform to the horizontal and vertical axis respectively. അപ്പോൾ ഹോറിസോണ്ടൽ ലെവലിൽ നിന്ന് നമ്മൾ ആ ഇൻസ്റ്റിങ്ക്റ്റീവ് ആയിട്ടുള്ള കിട്ടുന്ന ചില ഐഡിയാസ്, നമ്മുടെ ലൈഫിൽ നിന്ന് കിട്ടുന്ന ഐഡിയാസിൽ നിന്നും നമ്മൾ വെർട്ടിക്കൽ ആയിട്ടുള്ള രീതിയിൽ റീസണിങ് ചെയ്താൽ, ഇൻ ദ ആബ്സല്യൂട്ട് ഫീൽഡ്, ഇൻ ദ കോൺഷ്യസ്നെസ് ഫീൽഡിൽ നിന്ന് ചെയ്താൽ, we can come to that we'll be coming to that intelligent level, which is that the vertical axis of reasoning. And this part of it becomes clear when in the following paragraph, this is all we wanted to say in order to justify a classification of general ideas which puts on the one side the geometrical general ideas and on the other side the vital one. Geometrical one will depend upon space, distance, shape, size. But the vital, അത് ആ പ്യുവർ വെർട്ടിക്കൽ ആക്സിസിൽ നിന്നും കിട്ടുന്നതാണ്. വൈറ്റൽ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, വൈറ്റൽ എസെൻസ്.
geometrical will be more associated with nature and the shape and space എന്ന് പറയുന്ന സ്പേസിനെ ആശ്രയിച്ചിരിക്കുമല്ലോ. അപ്പൊ മാറ്ററിനെ ആശ്രയിച്ചിരിക്കും. അപ്പൊ ജോമെട്രിക്കൽ മാറ്റർ വൈറ്റൽ വിൽ ബി സംതിങ് മോർ എന്താണ് ഹയർ ആബ്സല്യൂട്ടിന്റെ ലെവലില്. അതായത് ആ വൈറ്റൽ എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മുടെ യഥാർത്ഥ ഐഡന്റിറ്റി. Former bringing with its resemblance the latter identity. Former is matter ആണെങ്കിൽ ആ മാറ്ററിന്റെ യഥാർത്ഥ വൈറ്റൽ ആയിട്ടുള്ളത് ആ യഥാർത്ഥ ഐഡന്റിറ്റിയാണ് അവിടെ എത്തുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഈ ജനറലൈസേഷനും ആബ്സ്ട്രാക്ഷനും അതിനെ കുറിച്ചുള്ളത് കുറച്ചുകൂടെ ഒരു ഹയർ ലെവലിലോട്ട് അങ്ങോട്ട് പോകുന്നത്. അതിലോട്ട് വരുമ്പം കുറച്ചുകൂടെ ഈ ആബ്സ്ട്രാക്ഷൻ ആൻഡ് ജനറലൈസേഷൻ അവിടെ ഈ പ്രാഗ്മാറ്റിസ്റ്റ് ആയിട്ടുള്ളത്, അതായത് സയന്റിഫിക് ആയിട്ടുള്ളത്, അവര് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് ഈ ഐഡിയാസ് ഇങ്ങനെ ഈ ജനറലൈസേഷനും ആബ്സ്ട്രാക്ഷനും വരുമ്പോൾ ഒരു ഡേഞ്ചർ അവർക്ക് ഉണ്ടായത് എന്താന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ വല്ലാതെ ഈ ക്ലാസിക്കൽ തിയറി ഓഫ് ഡിവൈൻ ഒറിജിൻ അതിലോട്ട് പോകുമോന്ന് ഒരു ഇതുണ്ടായിരുന്നു. See, Bergson as an instrumentalist and a pragmatist is satisfied in not going so far in indicating such mythological and or theological limits of his own theory. അപ്പൊ അവിടെ വെച്ചിട്ട് അവരൊരു കൺട്രോൾ വെക്കുന്നുണ്ട്. എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. നിർത്താം. അപ്പൊ ഒന്നുകൂടി ഇത് വായിക്കാം. കാരണം ഇപ്പൊ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത്, നമ്മൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിന്റെ പ്രീവിയസ് പാർട്ടില്ലേ ഒന്നുകൂടെ വായിക്കണം. അപ്പോഴാണ് കുറച്ചുകൂടി ക്ലിയർ ആകുന്നത്. അത് ഇന്നല്ല എല്ലാ ദിവസവും ഞാൻ അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ ഒന്ന് അറിയാതെ രണ്ടുപേരും ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ട് we try to reach somewhere, then afterwards when we go to the former part it becomes a little bit more clear. അങ്ങനെ ചെയ്ത് പിന്നെ ഇതിലോട്ട് വരുമ്പോഴായിരിക്കും നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ നെക്സ്റ്റ് വി വിൽ ഡു ദ ഹയർ ലെവൽസ് ഓഫ് അബ്സ്ട്രാക്ഷൻ ആൻഡ് ജനറലൈസേഷൻ. അത് കഴിഞ്ഞാൽ ഇനിയും ഒരു 4 പേജ് ഉണ്ട്. അപ്പോൾ അതോടെ ഇനി 2 പേജ് വെച്ചിട്ട് ചെയ്താൽ മതി. ആ കണക്ടിവിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോകണം നമുക്ക്. കാരണം പോസിബിലിറ്റീസും ഇൻ ലൈഫ് ഫ്രം ദ എക്സ്പെരിമെന്റൽ സൈഡും പിന്നെ എക്സ്പീരിയൻസ് സൈഡും രണ്ടും ഈ പിന്നെ എന്താണ് ഓൾ ദ ഡിഫറെന്റ് ഫോംസ് ഓഫ് എക്സിസ്റ്റൻസ് ഉള്ളത് അതും തമ്മിൽ ആ മാട്രിക്സിൽ അതിനെക്കുറിച്ച് അത് വെച്ചുകൊണ്ട് എന്തൊക്കെയാണ് പ്രോബബിലിറ്റീസും പോസിബിലിറ്റീസും ഉണ്ടാവുന്നത്, അതിലെല്ലാം ഇത് തന്നെയാണ്. ആ ബേസ് എന്തായിരിക്കും, ആബ്സല്യൂട്ട് ലെവലിൽ നിന്ന് ചെയ്താൽ പോസിബിലിറ്റീസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുന്നതാണ്. പ്രോബബിലിറ്റീസും ചിലതൊക്കെ ഉണ്ടാവും. അങ്ങനെ വിചാരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോ we humbly bow and surrender ourselves to the all-pervading, all and ever-pervading effulgence of the absolute. Love, bliss. Love, bliss. Hari Om.